بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على حبيبك الأعظم وعلى آله وأصحاب حبيبك الأعظم بعدد كل معلوم لك الصلاة والسلام عليك يا سيدنا يا رسول الله خذ بأيدينا قلت حيلتنا أدركنا ونشهد أن لا إله إلا الله ونشهد أن سيدنا محمد رسول الله ما بعد പ്രിയമുള്ളവരെ, കഴിഞ്ഞ ക്ലാസ് നാം മൗലൂദുൽ ഹുസ്നൈനിയുടെ 14-ാമത്തെ ഹിസ്ബിലെ 1-ാമത്തെ ഹദീസിലാണ് എത്തിയത്. അതിൽ കാര്യമായി നാം സംസാരിച്ചത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം ശസ്ത്രക്രിയ നടത്തിയതിനെക്കുറിച്ചും അതിൻ്റെ യുക്തികളും അതിൻ്റെ രഹസ്യങ്ങളും 4 പ്രാവശ്യം അങ്ങനെ നടന്നു എന്നുമെല്ലാം നാം വിവരിക്കുകയുണ്ടായി. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് فهضيت أمه بصحبته والاحتضان وجده بكفالته واصطيان ثم أزارته المدينة وهو ابن 6 سنين متين الأركان فهضيت أمه بصحبته والاحتضان. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മ ആമിന ബീവി തിരുനബിയോട് ഏകദേശം 6 വർഷം സഹവസിക്കൽ കൊണ്ടും തിരുനബിയെ പോറ്റൽ കൊണ്ടും ഭാഗ്യവതിയായി. അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും സമുന്നതരായ കുട്ടിയാണ്, സമുന്നതരായ സൃഷ്ടിയാണ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആ തിരുനബിയെ 6 വർഷം പോറ്റാനും ആ കുട്ടിയുമായി സഹവസിക്കാനും ഉമ്മ ആമിന ബീവിക്ക് സാധിച്ചു. അത് വലിയൊരു ഭാഗ്യമാണ്. വജദ്ദുഹു, തിരുനബിയുടെ വല്യുപ്പ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു, അവർക്ക് ഭാഗ്യമുണ്ടായി. ബി കഫാലത്തി, ഉമ്മയ്ക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റെടുക്കാനും വസ്തിയാൻ, നബി തങ്ങൾക്ക് വേണ്ട എല്ലാ സുരക്ഷകളും നൽകുവാനും സംരക്ഷണവും നൽകുവാനും അബ്ദുൽ മുത്തലിബ് എന്ന വല്യുപ്പക്ക് ഭാഗ്യമുണ്ടായി. ثم أزارته المدينة وهو ابن 6 سنين متين الأركان. പിന്നീട് ആമിന ബീബി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദീനയിലേക്ക് കൊണ്ടുപോയി. വഹുവ ഇബ്നു 6 സിനീൻ, തിരുനബിയുമായി ആമിന ബീവി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ തിരുനബിക്ക് 6 വയസ്സാണ്. മതീനുൽ അർക്കാൻ, അവിടുത്തെ കൈക്കാലുകളെല്ലാം നല്ല ശക്തിയാർജിച്ച നല്ല വളർച്ച എത്തിയ അവസ്ഥയിലാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉള്ളത്. 6 വയസ്സായ കുട്ടിയാണെങ്കിലും തിരുനബിക്ക് നല്ലൊരു പൗരുഷം ആർജിച്ചിട്ടുണ്ട്, നല്ല ശക്തി ആർജിച്ചിട്ടുണ്ട്. അങ്ങനെ ആമിന ബീബി റളിയല്ലാഹു അൻഹ തിരുനബിയുമായി മദീനയിലേക്ക് പുറപ്പെട്ടു. ഫഇന്ന ബിഹാ ഖബ്റ അബീഹി വഅഖ്വാല ജദ്ദിഹി ബനിൻ നജ്ജാരിസ് സിൻവാൻ. എന്താണ് മദീനയിലേക്ക് ആമിന ബീവി റസൂലുള്ളാഹിയുമായി പുറപ്പെടാനുള്ള കാരണം? ഫഇന്ന ബിഹാ ഖബ്റ അബീഹി, കാരണം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ല റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ എങ്ങനെ മദീനയിലായി പോയത്? അബ്ദുല്ല തങ്ങളുടെ വീട് തിരുനബി ജനിച്ച വീടാണല്ലോ. മക്കയിൽ മർവയുടെ ഭാഗത്തുള്ള
മറവയോട് അടുത്തുള്ള വീടാണ് അബ്ദുള്ള തങ്ങൾ ജീവിച്ചിരുന്ന വീട്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ വീട്. പിന്നെ എങ്ങനെ അബ്ദുള്ള റളിയല്ലാഹു അൻഹു മദീനയിൽ വഫാത്തായി അവിടെ ഖബറായി പോയത്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു നേരത്തെ നാം സൂചിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉപ്പയുടെ അമ്മാവന്മാരാണ് മദീനത്തുള്ളത്, ബനു നജ്ജാർ ഗോത്രക്കാർ. അത് അബ്ദുള്ള റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, അവരുടെ അമ്മാവന്മാര് ഉള്ള നാടാണ് മദീന, ബനു നജ്ജാർ ഗോത്രക്കാർ. ആ അമ്മാവന്മാരുടെ അടുത്തേക്ക് പോയതായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു. അങ്ങനെ അവിടെ വെച്ച് പനി പിടിച്ച് അവര് പെട്ടെന്ന് വഫാത്തായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആമിന ബീവിയുടെ വയറ്റിലാണ്. അപ്പോ ഉപ്പയുടെ ഖബർ അവിടെ ആയതുകൊണ്ട്, ഉപ്പയുടെ കുടുംബങ്ങൾ മദീനത്ത് ഉണ്ടായതുകൊണ്ട് ആ കുടുംബക്കാരുടെ അടുത്തേക്ക് ഉപ്പയുടെ ഖബർ സന്ദർശിക്കാനും ആ കുടുംബക്കാരുടെ അടുത്തേക്കുമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂട്ടി ആമിന ബീവി പുറപ്പെട്ടു. ഫഇന്നബിയാ ഖബറ അബീഹി, റസൂലുള്ളാഹിന്റെ ഉപ്പയുടെ ഖബർ അവിടെയുണ്ട്. വഅഖ്വാല ജദ്ദിഹി, റസൂലുള്ളാഹിയുടെ വല്യുപ്പയുടെ അമ്മാവന്മാരും അവിടെയുണ്ട്. ആരാണ് അവര്? ബനു നജ്ജാർ സിൻവാൻ, പരസ്പരം സഹോദരന്മാരായ ബനു നജ്ജാർ ഗോത്രക്കാർ. വമഅഹുമാ അമതു അബീഹി ഉമ്മു ഐമൻ, റസൂലുള്ളാഹിയും ഉമ്മ ആമിന ബീബിയും മദീനയിലേക്ക് പുറപ്പെടുമ്പോൾ കൂടെ ഖിദ്മത്തിനായി, ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്യാനായി ഉപ്പയുടെ അടിമയായിരുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയുമുണ്ട്. ഉമ്മു ഐമൻ മുത്തനബിയെ കൊണ്ട് വിശ്വസിച്ച, മുത്തനബിയെ പോറ്റുമ്മയാണ് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ. അവരും വലിയ ഭാഗ്യവതിയാണ്. ആമിന ബീവിക്ക് ശേഷം അന്തി ഉമ്മി ബഅദ ഉമ്മി എന്ന് റസൂലുള്ളാഹി അവരെ വിളിക്കാറുണ്ട്. എന്റെ ഉമ്മയ്ക്ക് ശേഷമുള്ള ഉമ്മ എന്ന് ഉമ്മു ഐമനെ പറ്റി റസൂലുള്ളാഹി പറയാറുണ്ട്. അപ്പൊ ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയാണ് റസൂലുള്ളാഹിനെ ആമിന ബീവി വഫാത്തായ ശേഷം പോറ്റിയത്. ആ ഉമ്മു ഐമനും ഈ യാത്രയിൽ ഉണ്ട്, ആമിന ബീവിന്റെ കൂടെയും റസൂലുള്ളാഹിന്റെ കൂടെയും. സാറ ബിഹിം ബഈറാൻ, 3 പേർക്കായി 2 ഒട്ടകങ്ങളുണ്ട്. 3 പേർക്കായി 2 ഒട്ടകങ്ങൾ. അങ്ങനെയാണ് യാത്രയുള്ളത്. ഫഖാമു, സാറ ബിഹിം അവരുമായി യാത്ര പുറപ്പെട്ടു. ബഈറാൻ 2 ഒട്ടകങ്ങൾ. ഫഖാമു ഇൻദഹും, അങ്ങനെ മദീനയിലെത്തി ബനു നജ്ജാർ ഗോത്രക്കാരുടെ അടുത്ത് ഇവർ 3 പേരും താമസിച്ചു. ഷഹ്റൻ, 1 മാസം താമസിച്ചു. 1 മാസം മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിട്ടുണ്ട്. വഹ്സന സിബാഹ, അന്ന് റസൂലുള്ളാഹിക്ക് 6ാമത്തെ വയസ്സാണ്, 6 വയസ്സാണ്. വഹ്സന സിബാഹത്ത, ആ കാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്നായി നീന്തൽ പഠിച്ചു. ഫീ ബിഇരിൻ, ഒരു കിണറ്റില്. കണ്ടോ? അപ്പൊ 6 വയസ്സായ കുട്ടി എങ്ങനെ നീന്തൽ പഠിക്കുന്നത്? അപ്പൊ റസൂലുള്ളാഹി നേരത്തെ നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹിക്ക് 6 വയസ്സാണെങ്കിലും ഒരു ദിവസത്തിന് 1 മാസത്തെ വളർച്ച, 1 മാസത്തിന് വർഷത്തെ വളർച്ച, അങ്ങനെ റസൂലുള്ളാഹിക്ക് വലിയ വളർച്ചയും ശക്തിയുമുള്ള ആളായിരുന്നു. അപ്പോ 6 വയസ്സ് പ്രായം മാത്രമുള്ള കുട്ടിയാണെങ്കിലും, പ്രായം 6 വയസ്സാണെങ്കിലും മദീനയിലുണ്ടായിരുന്ന ഒരു കിണറ്റിൽ റസൂലുള്ളാഹി നീന്തുമായിരുന്നു. നല്ലവണ്ണം നീന്തൽ പഠിച്ചു. ബിഇത്ഖാൻ, ദൃഢമായി നീന്താൻ, കറക്റ്റായി നീന്താൻ പഠിച്ചു. അതുകൊണ്ട് നീന്തം പഠിക്കൽ സുന്നത്ത. വെള്ളത്തിൽ നീന്തുക അത് എല്ലാവരും പഠിച്ചിരിക്കണം. എപ്പോഴെങ്കിലും വെള്ളത്തിൽ വീണുപോയാൽ അവിടെ ജീവിതം അവസാനിക്കാതിരിക്കാൻ നീന്തം പഠിക്കണം. അത് നമ്മുടെ സുരക്ഷയുടെ ഭാഗമാണ്. അപ്പോൾ റസൂലുള്ളാഹി നീന്തം പഠിച്ചത് അതുകൊണ്ടാണ്. ആ കിണറ്റിൽ റസൂലുള്ളാഹി നീന്തി. ഫതനബ്ബ, അങ്ങനെ നീന്തി, ഒരിക്കൽ നീന്തി കുളിച്ചുകൊണ്ടിരിക്കുക റസൂലുള്ളാഹി കിണറ്റിൽ. അങ്ങനെ നീന്തി കുളിച്ചിരിക്കുമ്പോൾ 2 ജൂതന്മാർ ആ വഴി വന്നു. അവർ റസൂലുള്ളാഹിനെ നോക്കിയിട്ട് അവർ ചില
പ്രവചനങ്ങൾ നടത്തി. ഫതനബ്ബഅ അൻ നുബുവ്വതിഹി വഹിജ്റതിഹി വഖിതാലിഹി യഹൂദിയാൻ. ആമിന ബീവി അവിടെയുണ്ട്. അന്നേരം രണ്ട് ജൂതന്മാർ വന്നിട്ട് അവര് തനബ്ബഅ അൻ നുബുവ്വതി, ഈ കുട്ടി പ്രവാചകനാണ്, ഈ കുട്ടിയുടെ പ്രവാചകത്വത്തെക്കുറിച്ചും വഹിജ്റതി, സ്വന്തം നാട് വിട്ട് നാട്ടുകാർ അദ്ദേഹത്തെ നാട് കടത്തും എന്ന് അവർ പറഞ്ഞു. സ്വന്തം നാട് വിട്ട് മദീനയിലേക്ക്, ഇങ്ങോട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഇങ്ങോട്ട് വരും ഈ കുട്ടി എന്നും, ഖിതാലിഹി, ഈ കുട്ടിയോട് യുദ്ധം ചെയ്യപ്പെടും, ശത്രുക്കൾ ഉണ്ടാവും, ഈ കുട്ടിക്ക് യുദ്ധം ചെയ്യപ്പെടും എന്നെല്ലാം രണ്ട് ജൂതന്മാർ പ്രവചിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട്. അവർ അദൃശ്യജ്ഞാനം പറഞ്ഞതല്ല, അവരുടെ ഗ്രന്ഥങ്ങളിൽ വേദങ്ങളിൽ വ്യക്തമായി ഈ വിഷയങ്ങളെല്ലാം റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞതാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി അവർക്ക് നന്നായി മനസ്സിലാകും വിധം അവരുടെ വേദങ്ങളിൽ റസൂലുള്ളാഹിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അവർ പറയാനുള്ള കാരണം അതാണ്. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നവർ പ്രവചിച്ചു. ആ പ്രവചനത്തിനുള്ള തെളിവെന്താ? അവരുടെ വേദങ്ങളിൽ അങ്ങനെ ഉണ്ട്. അവർക്ക് നന്നായി മനസ്സിലായി ഇതാണ് ആ കുട്ടി. പക്ഷേ ഇത് കേട്ടപ്പോ ആമിന ബീവിക്ക് ബേജാറായി. സ്വാഭാവികമായും ഉമ്മമാരങ്ങനെ ആയിരിക്കുമല്ലോ, ഇത് വേദങ്ങളിലൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ഉമ്മാക്കത് വലിയ ബേജാറായി. ഫഖാഫത്തു ഉമ്മുഹു, നബി തങ്ങളുടെ ഉമ്മ ആമിന ബീവി ഭയപ്പെട്ടു. അലൈഹിൽ ഇദാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇവിടെ തന്നെ ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടാകുമോ, സ്വന്തം നാട്ടിലേക്ക് പോവാതിരുന്നാൽ ആ യുദ്ധം ഇവിടുന്ന് തന്നെ ഉണ്ടാകുമോ എന്ന് പേടിച്ച് ആമിന ബീവി. വൽ ഉർമാൻ, വല്ല മുസീബത്തുകളും ഇവിടെ വെച്ച് തന്നെ സംഭവിക്കുമോ എന്ന് പേടിച്ചു ആമിന ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ആമിന ബീവി തീരുമാനിച്ചു പെട്ടെന്ന് ഇവിടുന്ന് മടങ്ങിപ്പോവണം, നാട്ടിലേക്ക് തന്നെ തിരിച്ചു പോകണം, മക്കയിലേക്ക് തന്നെ തിരിച്ചു പോകണം. ഫറജഅത് ബിഹി മഅ ഉമ്മി അയ്മന ഇലാ മക്കത്തിൽ അമാൻ. ഫറജഅത്, ഏകദേശം 5 ദിവസത്തിലധികം യാത്രയുണ്ട് മദീനയിൽ നിന്ന് മക്കയിലേക്ക് അന്ന് ഒട്ടകപ്പുറത്ത്. ഫറജഅത് ബിഹി, അങ്ങനെ ആമിന ബീവി തിരുനബിയുമായി മടങ്ങി. മഅ ഉമ്മി അയ്മന, ഉമ്മി അയ്മൻ എന്ന് പേരുള്ള ആ അടിമയോടുകൂടെ ഇലാ മക്കത്തിൽ അമാൻ, സുരക്ഷയുടെ മക്കയിലേക്ക് അവർ മടങ്ങി. മക്കയിലാണ് സുരക്ഷിതത്വമുള്ളത്, സുരക്ഷയുള്ളത് എന്നുള്ള നിലക്ക് മക്കയിലാണല്ലോ വല്യുപ്പയും മറ്റു കുടുംബാദികളൊക്കെ ഉള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് മക്കയിലേക്ക് മടങ്ങുക എന്ന് വിചാരിച്ചു. പക്ഷേ മക്കയിലെത്തിയില്ല ആമിന ബീവി. ആ യാത്രയിൽ മക്കയിലേക്ക് തിരിച്ചെത്താൻ ആമിന ബീവിക്ക് സാധിച്ചില്ല. ഫതബവ്വഅത്, ആമിന ബീവി താമസിക്കേണ്ടി വന്നു. ലിഇല്ലതിഹാ, അവർക്ക് സുഖമില്ലാത്ത കാരണത്താൽ, അവർക്ക് രോഗമായ കാരണത്താൽ. അൽ അബ്വാ, അബ്വാ എന്ന് പറയുന്ന സ്ഥലത്ത് ആമിന ബീവി താമസിക്കേണ്ടി വന്നു. അവിടെ ഒന്ന് വിശ്രമിക്കേണ്ടി വന്നു. അബ്വാ എന്ന് പറയുന്ന സ്ഥലം എവിടെ? അബ്വാ എന്ന് പറയുന്ന സ്ഥലം വാദിൻ തബഅദ അൻൽ ഹറമാൻ, മക്കയും 2 ഹറം എന്ന് പറഞ്ഞാൽ മക്ക ഹറമും മദീന ഹറമും 2 ഹറമും അകന്നു നിൽക്കുന്ന ഇടയിലുള്ള ഒരു സ്ഥലമാണ്, ഇടയിലുള്ള ഒരു മലഞ്ചെരുവാണ് അബ്വാ എന്ന് പറയുന്ന സ്ഥലം. മദീനയിൽ നിന്ന് കുറെ അകലായിപ്പോയി. ഇനി മദീനയിലേക്ക് ബനു നജ്ജാർ കുടുംബക്കാർ അവിടെ ഉണ്ട്. ആമിന ബീവിക്ക് സുഖമില്ല. ഈ അവസ്ഥയിൽ ബനു നജ്ജാറിലേക്ക് മടങ്ങാനും പ്രയാസമാണ്. അങ്ങനെ കാരണം തീരെ സുഖമില്ല, ശക്തമായ പനി. ആ പനിയോടുകൂടെ ഒട്ടകപ്പുറത്ത് അങ്ങോട്ട് പോകാൻ കഴിയൂല, എന്നാ മക്കയിലേക്കും എത്താൻ കഴിയൂല. അതുകൊണ്ട് ആ വഴിയിൽ അബ്വാ എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി വിശ്രമിച്ചു. അങ്ങനെ ആ പനി മൂർജിച്ചു. ആ പനി അവസാനത്തെ പനിയായിരുന്നു. ആമിന ബീവി റളിയല്ലാഹു അൻഹ
ആ പനിയോടുകൂടെ അബുവാ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വഫാത്താവുകയാണ് ഉണ്ടായത്. ആമിന ബീവിക്ക് വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാവി ആമിന ബീവി നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു. മുമ്പ് ഉമ്മ ഹലീമ ബീവിയോട് ആമിന ബീവി പറഞ്ഞതാണ്, ഈ കുട്ടിയെ ഒരു പിശാച് സ്പർശിക്കില്ല, ഈ കുട്ടിക്ക് നല്ലൊരു ഭാവിയുണ്ട്, ഈ കുട്ടി അന്ത്യപ്രവാചകനാവാൻ പോവുകയാണ് എന്നൊക്കെ ആമിന ബീവി പറയുകയും അറിയുകയും ചെയ്ത ആളാണ്. അതുകൊണ്ട് ആമിന ബീവിയുടെ അഭിലാഷങ്ങളെല്ലാം അവിടെ മരിക്കുകയാണ്. പിന്നീട് ആമിന ബീവിക്ക് പ്രവാചകരായ ശേഷം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർവിയിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അള്ളാഹു ആമിന ബീവിയെ, ഉപ്പ അബ്ദുള്ള തങ്ങളെയും രണ്ടുപേരെയും പുനർജീവിപ്പിച്ച് ഖബറിന് മുകളിലായി 3 പേരും സംഗമിച്ച സംഭവമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആമിന ബീവി മരിക്കുകയാണെന്ന് ഉറപ്പായപ്പോൾ ആമിന ബീവി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവിടുന്ന് ഉപദേശിച്ചു, അവിടുന്ന് വസിയ്യത്ത് ചെയ്തു. അവർ വലിയ സാഹിത്യകാരിയാണ്. അറബികൾ പൊതുവെ എല്ലാവരും ഭൂരിഭാഗം ആളുകളും കവിത ചൊല്ലാൻ കഴിയുന്നവരാണ്. ആമിന ബീവി റസൂലുള്ളാഹിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറയുന്നു, വഖാലത്ത്, ആമിന ബീവി പറഞ്ഞു, ഒരു കവിത ചൊല്ലി, നാദിറത്തുൻ ഇലാ വജ്ഹിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖത്ത് നോക്കി. കമാ റവാഹു അബൂ നുഐമിൻ ഹാഫിദു അസ്ബഹാൻ, അസ്ബഹാനിലെ ഹാഫിളായ ഹദീസ് മനപ്പാടമാക്കിയ മഹാപണ്ഡിതനായ അബൂ നുഐം അവർ ഈ കവിത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഇമാം സുയൂത്തി അവരുടെ അൽ ഖസ്വായിസിലും മറ്റു ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആമിന ബീവി പറഞ്ഞ കവിത? യാ റബ്ബി സ്വല്ലി അലൻ നബിയ്യി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അത് ആമിന ബീവി പറഞ്ഞതല്ല, അത് നമ്മൾ എൻ്റെ അടിയിൽ ചൊല്ലുന്ന ജവാബാ. ആമിന ബീവി പറഞ്ഞത്, ബാറക ഫീക അല്ലാഹു മിൻ ഗുലാമി യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹിമാമി നജാ ബിഔനിൽ മാലിക്കിൽ മിൻആമി ഫൂദി ഗദാതൽ ളർബി ബിസ്സിഹാമി ബിമിഅത്തിൻ മിൻ ഇബ്ലിൻ സവാമി ഇൻ സഹബ അബ്സർതു ഫീ മനാമി فأنت مبعوث إلى الآنام من عند ذي الجلال والإكرام تبعث في الحل وفي الحرام تبعث بالتخفيف والإسلام ديني أبيك البر إبراهام فالله أنهاك عن الأصنام ألا تواليها مع الأقوام. ഇങ്ങനെയുള്ള കവിതയിലൂടെ ആമിന ബീവി അവസാനമായി റസൂലുള്ളാഹിനോട് പറഞ്ഞ ഉപദേശമാണ്, ബറക ഫീകല്ലാഹു മിൻ ഗുലാമി, ഓ കുട്ടി, നിങ്ങൾക്ക് അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ വലിയ ബറക്കത്ത്, ആത്മീയ അഭിവൃദ്ധി അങ്ങക്ക് ഉണ്ടാവട്ടെ. യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹീമാമി നജാ ബിഔനിൽ മലിക്കിൽ മിൻആമി. യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹിമാമി നജാ, മരണം പെട്ടെന്ന് സംഭവിക്കുന്നതിൽ നിന്നും ഇറങ്ങുന്നതിൽ നിന്നും രക്ഷപ്പെട്ട പിതാവിൻ്റെ പുത്രനായ നബിയെ, പിതാവിൻ്റെ പുത്രനായവരെ, അബ്ദുള്ള തങ്ങൾ, അവര് ചെറുപ്പത്തിൽ തന്നെ പെട്ടെന്ന്
മരിക്കേണ്ടതായിരുന്നു. കാരണം അബ്ദുൽ മുത്തലിബ് നേർച്ചയാക്കിയിരുന്നു, എനിക്ക് ഒരു കുട്ടി ലഭിച്ചാൽ ആ കുട്ടിയെ ഞാൻ ബലിയർപ്പിക്കും. ആ സംഭവം നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വിശദമായി നാം പറഞ്ഞതാണ്. അത് സൂചിപ്പിച്ചിട്ടാണ് ആമിന ബീവി ചൊല്ലുന്നത്. അങ്ങനെ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു അബ്ദുള്ള തങ്ങളെ കിടത്തി അറുക്കാൻ ഒരുങ്ങുന്ന സമയത്താണ് ഖുറൈശികൾ ഓടി വന്ന്, അരുത്, ഈ കുട്ടിയെ അറുക്കാൻ പാടില്ല, ഈ കുട്ടിയെ ഒരിക്കലും അറുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവർ പിടിച്ചു വെക്കുകയും ആ കുട്ടിക്ക് പകരം, അബ്ദുള്ള തങ്ങൾക്ക് പകരം 100 ഒട്ടകത്തെ പ്രായശ്ചിത്തമായി അറുക്കുകയും ചെയ്ത സംഭവം വിശദമായി നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് സൂചിപ്പിക്കുകയാണ് ആമിന ബീവി. യബ്നല്ലദീ മിൻ ഹൗമത്തിൽ ഹിമാമി നജ. ആ ചെറുപ്രായത്തിൽ അബ്ദുള്ള തങ്ങളെങ്ങാനും അറുക്കപ്പെടുകയാണെങ്കിൽ, മരിക്കുകയാണെങ്കിൽ ഈ കുട്ടി ഉണ്ടാവൂലായിരുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കൂലായിരുന്നു. അപ്പോൾ മരണം പെട്ടെന്ന് സംഭവിക്കുന്നതിൽ നിന്നും രക്ഷപ്പെട്ട പിതാവിൻ്റെ മകനെ ബിഔനിൽ മലിക്കിൽ മിൻആം. എങ്ങനെയാണ് അബ്ദുള്ള തങ്ങൾ രക്ഷപ്പെട്ടത്? ബിഔനിൽ മലിക്കിൽ മിൻആം, അത്യുദാരനായ രാജാവായ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്. അപ്പോൾ അള്ളാഹുവിൽ വിശ്വാസമുണ്ട് ആമിന ബീവിക്ക്. ആമിന ബീവി വിഗ്രഹാരാധകയല്ല, ആമിന ബീവി മുശ്രിക്കല്ല. ആരോ തെറ്റിദ്ധരിച്ചു പോയി ആമിന ബീവി മുശ്രിക്കത്താണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അങ്ങനെ വിചാരിച്ച ആളുകൾക്ക്. അത് തെറ്റാണ്. അത്യുദാരനായ രാജാവായ അള്ളാഹുവിൻ്റെ സഹായത്താൽ നിങ്ങളുടെ ഉപ്പ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരാണ്. ആ ഉപ്പയുടെ പുത്രനായ നബിയെ, പുത്രനായവരെ റസൂലുള്ളാഹിനെ വിളിക്കുകയാണ് ആമിന ബീവി. ഫൂദി ഗദാത്തൽ ലർബി ബിസ്സിഹാമി, അമ്പുകൊണ്ട് അടിച്ച ആ പ്രഭാതത്തിൽ നിങ്ങളുടെ ഉപ്പക്ക് പ്രായശ്ചിത്തം നൽകപ്പെട്ടു. ഫൂദി, ആ ഉപ്പക്ക് പ്രായശ്ചിത്തം നൽകപ്പെട്ടു. ഗദാത്തൽ ലർബി ബിസ്സിഹാം, അമ്പുകൊണ്ട് അടിച്ച ആ പ്രഭാതത്തിൽ. അമ്പുകൊണ്ട് അടിച്ചുകൊണ്ട് കഅബാലയത്തിൻ്റെ അകത്ത് ചെന്ന് അമ്പുകൊണ്ട് അടിച്ച് നറുക്കെടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അത് വിശദമായി നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഉപ്പയെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത്. ബിമിഅത്തിൻ മിൻ ഇബിലിൻ സവാമി ഇൻ സഹമാ അബ്സർതു ഫീ മനാമി. ബിമിഅത്തിൻ മിൻ ഇബിലിൻ സവാമി, സ്വയം മേഞ്ഞു തിന്നുന്ന 100 ഒട്ടകങ്ങൾക്ക് പകരമായിട്ടാണ്, 100 ഒട്ടകങ്ങളെ പ്രായശ്ചിത്തമായിട്ടാണ് ഉപ്പയ്ക്ക് നൽകപ്പെട്ടത്. ഉപ്പയ്ക്ക് പകരമായി 100 ഒട്ടകങ്ങൾ പ്രായശ്ചിത്തമായി നൽകപ്പെട്ടു. എന്നിട്ട് അത് ഓർമ്മിപ്പിച്ചിട്ട്, അതുകൊണ്ട് എൻ്റെ മോന് ജനിച്ചു. എന്നിട്ട് ആമിന ബീവി പറയുന്നത് എന്താ? ഇൻ സഹമാ അബ്സർതു ഫീ മനാമി, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ആമിന ബീവി ഗർഭാശയ റസൂലുള്ളാഹിനെ ഗർഭം ചുമക്കുന്ന സമയത്ത് ഓരോ രാത്രിയും ആമിന ബീവി പല പല സ്വപ്നങ്ങൾ കാണുന്നു, സത്യമായ സ്വപ്നങ്ങൾ. കഴിഞ്ഞു പോയ അംബിയ മുർസലീങ്ങൾ, ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള പ്രധാനപ്പെട്ട അംബിയാക്കന്മാർ ആമിന ബീവിയോട് സ്വപ്നത്തിൽ വന്നുകൊണ്ട് പറയുന്നു, ഇതൊരു പ്രവാചകരാണ്, പലരും നിങ്ങളുടെ വയറ്റിലുള്ളതൊരു പ്രവാചകരാണ്, ആഖിറു സമാനിലെ പ്രവാചകരാണ്. ആ പ്രവാചകരുടെ പല മഹിമകളും പറഞ്ഞു കൊടുക്കുന്നു അംബിയാക്കന്മാർ. അങ്ങനെ പ്രസവിക്കുന്ന സമയത്ത് ധാരാളം മലായികത്ത് വന്നിട്ടുണ്ട്. മറിയം ബീവി ഉണർവിയിൽ വന്നിട്ടുണ്ട്, ആസിയ ബീവി ഉണർവിയിൽ വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം അനുഭവിച്ചറിഞ്ഞ ആമിന ബീവി റളിയല്ലാഹു അൻഹക്ക് ഉറപ്പുണ്ട് എൻ്റെ കുട്ടി നല്ലൊരു പ്രവാചകനാണെന്ന്. അപ്പോൾ ആമിന ബീവി പറയുകയാണ്, ഞാൻ എൻ്റെ സ്വപ്നത്തിൽ കണ്ടത് ശരിയാണെങ്കിൽ ഫഅൻത മബ്ഊസുൻ ഇലൽ അനാം, നിങ്ങൾ എല്ലാ സൃഷ്ടികളിലേക്കും
നിയോഗിക്കപ്പെടുന്ന പ്രവാചകനാണ്. മിൻ ഇൻദിൽ ജലാലി വൽ ഇക്റാം, ഔദാര്യവും ഗാംഭീര്യവുമുള്ള അള്ളാഹുവിൽ നിന്ന് ആ അള്ളാഹു നിയോഗിക്കുന്ന പ്രവാചകനാണ് അങ്ങ്. തുബഅസു ഫിൽ ഹില്ലി വഫിൽ ഹറാം, അങ്ങ് ഹറമിലും മക്ക ഹറമിൽ മാത്രമല്ല ഹറമിൻ്റെ പുറത്തേക്കും എല്ലായിടത്തേക്കും ലോകം മൊത്തം നിയോഗിക്കപ്പെടുന്ന പ്രവാചകനാണ്. തുബഅസു ബിത്തഖ്ഫീഫി വൽ ഇസ്ലാം, മുമ്പ് കഴിഞ്ഞു പോയ മതങ്ങളിലൊക്കെ പ്രയാസങ്ങളുണ്ട്, ആ പ്രയാസങ്ങളെ ലഘൂകരിച്ചുകൊണ്ടും ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്തുകൊണ്ടും അങ്ങ് നിയോഗിക്കപ്പെടും. ഏതാണ് ആ ദീന്? ദീനി അബീക്കൽ ബർരി ഇബ്രാഹാമി. ഓ നബിയെ, മോനെ വിളിച്ച് പറയാണ്, മോനെ നിങ്ങളുടെ ഉപ്പയുടെ മതം ഏതാ ഉപ്പ? അൽ ബർരി, നല്ല സ്വാലിഹീങ്ങളിൽപ്പെട്ട സൽവർത്തരായ ഉപ്പ ഇബ്രാഹാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മറ്റൊരു പേരാണ് ഇബ്രാഹാം. ഇബ്രാഹീം എന്നും പറയും, ഇബ്രാഹാം എന്നും പറയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൽവർത്തരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്ന ഉപ്പ, അതായത് വല്യുപ്പ, ആ വല്യുപ്പ അറബികൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ദീനാണ് ദീനുൽ ഇസ്ലാം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബ പണിത ശേഷം അന്ന് അവിടെയുള്ള അറബികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ദീനുൽ ഇസ്ലാം. കഅബ പണിത ശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തിട്ടുണ്ട്, ഞാൻ ഈ പ്രചരിപ്പിക്കുന്ന ദീനുൽ ഇസ്ലാം എൻ്റെ ശേഷം ആഖിറു സമാനിൽ വരാൻ പോകുന്ന പ്രവാചകൻ, ആ പ്രവാചകൻ വരെ ഈ മതം നിലനിൽക്കണം. എവിടെ നിലനിൽക്കണം? ലോകത്ത് എവിടെയെങ്കിലും നിലനിൽക്കണം എന്നല്ല, ഈ പ്രവാചകൻ്റെ പിതാക്കളിലൂടെ, ഈ പ്രവാചകൻ്റെ മാതാക്കളിലൂടെ, ഈ പ്രവാചകൻ്റെ പരമ്പരകളിലൂടെ ആ ദീനുൽ ഇസ്ലാം നിലനിൽക്കണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തത് വിശുദ്ധ ഖുർആനിലുണ്ട്. അത് വിശദമായി നാം പഠന വിധേയമാക്കിയിട്ടുണ്ട് നേരത്തെ. അപ്പം അതുകൊണ്ട് അറബികൾക്കെല്ലാവർക്കും അറിയാം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രചരിപ്പിച്ച മതം ദീനുൽ ഇസ്ലാമാണ്. ആ ദീനുൽ ഇസ്ലാമിൽ വിഗ്രഹാരാധന ഇല്ല എന്നറിയാം. ഇബ്രാഹിം നബിയെ പറ്റി നന്നായി അറിയാം. അതുകൊണ്ടാ വിശുദ്ധ ഖുർആന് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ ഇല്ലാ മൻ സഫിഹ നഫ്സ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആ മതം ഒഴിവാക്കുന്നവർ വലിയ വിഡ്ഢിയല്ലാതെ മറ്റാരാണ്? അല്ലാഹു തആല വലിയ ശകാര ഭാഷയിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതത്തിനെ ഒഴിവാക്കുന്നവർ വിഡ്ഢിയാണെന്ന്. മുഹമ്മദ് നബിയാണ് ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നത്. ആ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രബോധകനും പ്രചാരകനുമായ മുഹമ്മദ് നബിയെ ഒഴിവാക്കുന്നവർ എന്നല്ല അള്ളാഹ് അവിടെ പ്രയോഗിച്ചത്. അങ്ങനെയല്ലേ പറയേണ്ടത്? ഇബ്രാഹിം നബിയെ അവർക്ക് പരിചയമില്ലെങ്കിൽ ദീനുൽ ഇസ്ലാം പരിചയപ്പെടുത്തുന്നത് കേവലം മുഹമ്മദ് നബിയാണെങ്കിൽ അള്ളാഹ് പറയേണ്ടത് എങ്ങനെയാണ്? മുഹമ്മദ് നബിനല്ലേ പറയേണ്ടത്? അവിടെ പറഞ്ഞത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതവും നിങ്ങൾക്ക് പരിചയമുണ്ട്. ആ മതത്തെ വിട്ട് പോകുന്ന ആളുകൾ അവനേക്കാൾ വിഡ്ഢി മറ്റാരാണ് എന്ന് അള്ളാഹു ശകാര ഭാഷയിൽ ചോദിക്കുമ്പോൾ അനാവശ്യമായി അകാരണമായി അള്ളാഹു ഒരിക്കലും ശകാരിക്കില്ല. അതുകൊണ്ട് അള്ളാഹു അവരെക്കുറിച്ച് വിഡ്ഢി എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ അർത്ഥം അറബികൾക്ക് ഖുറൈശികൾക്കൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ചും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ മതത്തെക്കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും അവർക്ക് അറിയാമായിരുന്നു. അത് തന്നെയാണ് ആമിന ബീവി ഓർമ്മപ്പെടുത്തുന്നത്. മോനെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സർവ്വത്തരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, നിങ്ങളുടെ ഉപ്പ, വല്യുപ്പ, ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ മതവുമായി വീണ്ടും ഒരു പുതിയ അവസാനത്തെ
പ്രചാരണവുമായി പ്രബോധനവുമായി നിങ്ങൾ നിയോഗിക്കപ്പെടും. ഉമ്മ നേരത്തെ പറയുകയാണ്, ഫല്ലാഹ അൻഹാക അനിൽ അസ്നാമി അല്ലാ തുവാലിഹാ മഅൽ അഖ്വാമി. നല്ല ഉമ്മയാണ്. ഉമ്മക്ക് എന്താ കാര്യമായി ഉപദേശിക്കാനുള്ളത്? എൻ്റെ മോനെ ഇനി സംരക്ഷിക്കാൻ എനിക്ക് കഴിയൂല, ഞാൻ മരിക്കുകയാണ്. അതുകൊണ്ട് മോനെ ഫല്ലാഹ അൻഹാക, അല്ലാഹുവിനെ സൂക്ഷിക്കണേ. അൻഹാക അനിൽ അസ്നാം, വിഗ്രഹങ്ങളിൽ നിന്ന് നിന്നെ മോനെ ഞാൻ നിരോധിക്കുന്നു. ഒരിക്കലും വിഗ്രഹങ്ങളുമായി എൻ്റെ മോന് ടച്ചുണ്ടാവരുത്. കണ്ടോ, വിഗ്രഹാരാധനയുമായി എൻ്റെ മോന് ടച്ചുണ്ടാവരുത് എന്ന് ആമിന ബീവി റസൂലുള്ളാഹിനെ ഉപദേശിക്കുക. ആ ആമിന ബീവിനെ കുറിച്ചാണ് പറയുന്നത്. ചിലര് ആ ആമിന ബീവി വിഗ്രഹാരാധകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. ഒരൊറ്റ ഹദീസിലും അങ്ങനെ വന്നിട്ടില്ല. വ്യാജ ഹദീസിൽ പോലും അങ്ങനെയില്ല. അങ്ങനെ ഒരു വ്യാജ ഹദീസ് പോലും വന്നിട്ടില്ല ആമിന ബീവി അല്ലെങ്കിൽ അബ്ദുള്ള തങ്ങൾ അവര് വിഗ്രഹത്തിന് സുജൂദ് ചെയ്തു എന്നോ വിഗ്രഹത്തിന് ആരാധിച്ചു എന്നോ. എന്നിട്ടാണ് ചില ആളുകൾ അബ്ദുള്ള തങ്ങൾ ആമിന ബീവിനെ മുശ്രിക്കാക്കി കളയുന്നത്. ഫല്ലാഹ അൻഹാക അനിൽ അസ്നാം അല്ലാ തുവാലിഹാ മഅൽ അഖ്വാമി. എൻ്റെ മോനെ, മക്കയിലുള്ള അധിക ആളുകളും വിഗ്രഹത്തിന് ആരാധിക്കുന്നവരാണ്. അവരോട് കൂടെ എൻ്റെ മോൻ ഒരിക്കലും വിഗ്രഹങ്ങളോട് ബന്ധം സ്ഥാപിക്കരുത്, വിഗ്രഹങ്ങളുമായി ടച്ച് കൊടുക്കരുത് എന്ന് ആമിന ബീവി അവസാനമായി റസൂലുള്ളാഹിനെ ഉപദേശിക്കുന്നു. ലാ തഹ്തദീ ലിദ്ദുർരി വൽ ഇൻആമി. അത് ആമിന ബീവി പറഞ്ഞതല്ല, അതൊരു വരി അരവരി അവിടെ ആമിന ബീവി ചൊല്ലിയിട്ടില്ല. അതുകൊണ്ട് ചൊല്ലാൻ എളുപ്പമാകാൻ വേണ്ടി മൗലിദുൽ ഹുസ്നൈനി എഴുതിയ ആള് ചേർത്തതാണ് ലാ തഹ്തദീ ലിദ്ദുർരി വൽ ഇൻആമി. ലാ തഹ്തദീ, വിഗ്രഹങ്ങൾക്ക് സാധിക്കൂല, ലിദ്ദുർരി ഉപദ്രവിക്കാൻ, വൽ ഇൻആമി നന്മകൾ ചെയ്യാനും. നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ വിഗ്രഹങ്ങൾക്ക് കഴിയൂല. കാരണം വിഗ്രഹങ്ങൾ എന്ന് പറയുന്നത് ശില്പങ്ങളാണ്, കല്ലുകളാണ്, അല്ലെങ്കിൽ മരങ്ങളാണ്, അല്ലെങ്കിൽ അതുപോലത്തെ മറ്റു കരവസ്തുക്കളാണ്. അവയ്ക്കൊന്നും അള്ളാഹു സഹായിക്കാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. തിന്മ ചെയ്യാനോ നന്മ ചെയ്യാനുള്ള കഴിവ് കൊടുത്തിട്ടില്ല. വഹാദാ ദലീലുൻ അലാ മാ ഖറർനാ അന്ന ഉസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനു അലൽ ഹനീഫിയ്യത്തി വൽ ഈമാൻ. കണ്ടോ, ഈ കവിത ഇമാം സുയൂത്തി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അബൂ നുഐമുൽ ഇസ്ബഹാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം സുയൂത്തിയുടെ ശിഷ്യനായ ഇമാം സ്വാലിഹ് ഷാമി സുബുലുൽ ഹുദാ വർ റഷാദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ ഉണർത്തിയ ഒരു സംഭവമുണ്ട്. ഈ കവിതയിൽ വ്യക്തമായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവ് മാത്രമല്ല, അവരുടെ ആ കുടുംബം, ആ പരമ്പര തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മതത്തിലായിരുന്നു എന്ന് മനസ്സിലായി. കേവലം ആമിന ബീവിയുടെ വിശ്വാസം മാത്രമല്ല പറയുന്നത്, നമ്മുടെ പിതാക്കന്മാരുടെ വിശ്വാസമാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ദീനി അബീക്കൽ ബർരി ഇബ്രാഹാമി വഹാദാ ദലീലുൻ. ഈ കവിത രേഖയാണ്, തെളിവാണ്. അലാമാ ഖറർന, നേരത്തെ നാം വിശദമായി സമർത്ഥിച്ച വിഷയത്തിന്. എന്താ വിശദമായി സമർത്ഥിച്ചത്? അന്ന ഉസൂലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാനു അലൽ ഹനീഫിയ്യത്തി വൽ ഈമാൻ. റസൂലുള്ളാഹിന്റെ മാതാപിതാക്കൾ മാത്രമല്ല, ആമിന ബീബി, അബ്ദുള്ള തങ്ങൾ മുതൽക്ക് ആദം നബി അലൈഹി സ്വലാം, ഹവ്വ ബീബി വരെയുള്ള മുഴുവൻ മാതാപിതാക്കളും പിതാമഹന്മാരും എല്ലാവരും കാനു അലൽ ഹനീഫിയ, അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ മതത്തിലായിരുന്നു. ആ മതത്തിനാണ് ഹനീഫിയ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. വൽ ഈമാൻ, അവർ അള്ളാഹുവിൽ വിശ്വാസമുള്ള ആളുകളായിരുന്നു, തൗഹീദിൽ വിശ്വാസമുള്ളവരായിരുന്നു. അവരൊരിക്കലും വിഗ്രഹാരാധകരായിരുന്നില്ല. പറഞ്ഞതിനർത്ഥം അവർക്ക് നിസ്കാരവും നോമ്പും ദീനുൽ ഇസ്ലാമിലുള്ള അറിയപ്പെട്ട എല്ലാ വിധികളും അവർക്ക് അറിയുമായിരുന്നു എന്നല്ല. അത് പലതും അവർ അറിഞ്ഞിട്ടില്ലായിരുന്നു.
ദീനിൻ്റെ അഹ്കാമുകൾ പലതും കർമ്മങ്ങൾ പലതും അവർക്ക് അറിയൂലായിരുന്നു. കാരണം ഇബ്രാഹിം നബി അലൈഹി സ്വലാം മതത്തിൽ നിന്ന് എത്രയോ അകന്നുപോയി. പിന്നെ ഉപദേശിക്കാൻ പ്രവാചകന്മാരുണ്ടായില്ല, വഅദ് പറഞ്ഞു കൊടുക്കാൻ പണ്ഡിതന്മാരുണ്ടായില്ല. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ആ തൗഹീദ് മാത്രം നിലനിന്നു. മതകാര്യങ്ങൾ പലതും കർമ്മങ്ങൾ പലതും അവർ വിസ്മരിച്ചു, പലതും മറന്നുപോയി. അത് ഉപദേശിക്കാൻ ആളില്ലാതെ ആയിപ്പോയി എന്നത് ശരിയാണ്. പക്ഷേ അവരാരും അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്തിട്ടില്ല, അബ്ദുള്ള തങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല, ഹാഷിം തങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു പിതാമഹന്മാരിൽപ്പെട്ട ആരും അല്ലെങ്കിൽ മാതാക്കളിൽപ്പെട്ട ആരും അങ്ങനെ ശിർക്ക് ചെയ്തിട്ടില്ല. സുമ്മ ഖാലത്ത്, എന്നിട്ട് ആമിന ബീവി പറഞ്ഞു, റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഈ ബൈത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, മോനെ ജീവനുള്ള എല്ലാവരും മരിക്കും. കുല്ലു ഹയ്യിൻ മയ്യിത്തുൻ, ജീവനുള്ള എല്ലാവർക്കും ഉള്ളതാണ് മരണം. വകുല്ലു ജദീദിൻ ബാൽ, എല്ലാ പുതിയ സാധനങ്ങളും നുരുമ്പും പഴയതാവും, പുതിയതെല്ലാം പഴയതായി നുരുമ്പിപ്പോവും. വകുല്ലു കബീരിൻ ഫാൻ, എല്ലാ വലിയവരും നശിച്ചു പോവും, എല്ലാ വലുതായ സാധനവും നശിച്ചു പോവും. അതുകൊണ്ട് എനിക്കും ആ നിയമം ബാധകമാണ്. വാനമയ്യിത്തത്തുൻ, ഞാൻ മരിക്കുകയാണ് മോനെ. നല്ല മരണം, ആമിന ബീവിൻ്റെ മരണം. നല്ല ഉപദേശം ഉപദേശിച്ച് മരണത്തെക്കുറിച്ച് നല്ല ബോധമുണ്ട് ആമിന ബീവിക്ക്. മോനോട് പറഞ്ഞു കൊടുക്കേണ്ടതൊക്കെ പറഞ്ഞു കൊടുത്തങ്ങ് കണ്ണ് അടക്കുകയാണ് ചെയ്തത്. വദിക്കിരി ബാക്കിൻ, മോനെ ഞാൻ മരിക്കുകയാണെങ്കിലും വദിക്കിരി ബാക്കിൻ മദൽ അസ്മാൻ, എക്കാലത്തും ഞാൻ പരാമർശിക്കപ്പെടും. ദിക്കിരി ബാക്കിൻ, എന്നെക്കുറിച്ചുള്ള പരാമർശങ്ങൾ, വദിക്കിരി എൻ്റെ പരാമർശം അല്ലെങ്കിൽ എന്നെ പുകഴ്ത്തൽ, ബാക്കിൻ അത് നിലനിൽക്കും, മദൽ അസ്മാൻ എക്കാലവും. ആമിന ബീവിക്കറിയാം റസൂലുള്ളാഹിന്റെ ഉമ്മയായതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മനെ കുറിച്ച് ഖിയാമത്ത് നാൾ വരെ പറഞ്ഞുകൊണ്ടിരിക്കും. റസൂലുള്ള ജനിച്ച രംഗങ്ങളൊക്കെ ആമിന ബീവി ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് അതിങ്ങനെ ഉദ്ധരിക്കപ്പെട്ട് എക്കാലത്തും ആമിന ബീവിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ മൗലിദിലൊക്കെ പറയുന്നത് ആമിന എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹ എന്ന് ചൊല്ലുന്നത്. അബ്ദുള്ള എന്ന് പറയുമ്പോൾ റളിയല്ലാഹു അൻഹു എന്നും. ഫലമ്മൻ ദഖല നൂറു നബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹാ എന്നല്ല, അപ്പോൾ ആമിന ബി മാത്രമായി. റളിയല്ലാഹു അൻഹുമ, രണ്ടാളുണ്ട്, അപ്പം അൻഹുമ എന്നാ പറയാം. അല്ലെങ്കിൽ മിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹു ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹാ. അങ്ങനെയാണ് മൗലൂദ് ചൊല്ലേണ്ട മര്യാദ. അതിലത് എഴുതിയിട്ടില്ലല്ലോ, അത് ഹുസ്നൈനിലും എഴുതിയിട്ടില്ല പലയിടത്തും. റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞു കൊടുത്ത് തന്നെ പലയിടത്തും പിന്നെ ഏത് സ്വലാത്ത് എഴുതിയിട്ടില്ല. അതിൻ്റെ അർത്ഥം അത് വേണ്ടെന്നാ പലയിടത്തും എഴുതുമോ? ചിലർക്ക് ഇഖ്ലാസ് കൂടും. അങ്ങനെ ഇഖ്ലാസ് കൂടുന്ന ചില ആളുകളുണ്ട്. വിവരമില്ലായ്മയാണ് ഇഖ്ലാസ് കൂടാൻ കാരണം. മങ്കൂസ് മൗലിദിൽ ഷറഫുലനാമിലൊന്നും റളിയല്ലാഹു അൻഹു അന്നാന്ന് എഴുതാത്തതുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെല്ലാൻ പാടില്ല. ചെല്ലണമെങ്കിൽ അത് സൈനുദ്ദീൻ മഖ്ദൂമ് തന്നെ അല്ല എഴുതൂലേ. അങ്ങനെ ഇഖ്ലാസും മര്യാദയും കൂടുന്നവരുണ്ട്. വിവരമില്ലെങ്കിൽ ചിലപ്പോൾ മര്യാദ കൂടും. ആ വിവരമില്ലാത്ത മര്യാദ കൊണ്ട് കാര്യമല്ല, അറിവിൽ നിന്നുണ്ടാകണം മര്യാദയും ഇഖ്ലാസും. അപ്പോൾ അത് തെറ്റാണ്. വകുല്ലു കബീരിൻ ഫാൻ, ബുഖാരിയിൽ എത്രയാ സ്ഥലത്താണ് റസൂലുള്ളാഹിനെ പറഞ്ഞിട്ടുള്ളത്. അവിടെയൊക്കെ സ്വലാത്തുണ്ടോ? അവിടെ സ്വലാത്തില്ല. സ്വലാത്തില്ലാത്ത എത്രയോ ഭാഗമുണ്ട്. പക്ഷെ അവിടെ സ്വലാത്ത് സുന്നത്താണ് ചൊല്ലുമ്പോൾ പറയുമ്പോൾ. വകുല്ലു കബീരിൻ ഫാൻ വഖദ് തറക്തു ഖൈറ, ആമിന ബീവി പറയാണ് വഖദ് തറക്തു ഖൈറ, ഞാൻ ഏറ്റവും ഉത്തമരായ ഒരാളെ, ഉത്തമരായ പ്രവാചകരെ മോനെ ഞാനിതാ ഒഴിച്ചിട്ട് പോകുന്നു. വലത്തു തുഹ്റൻ മിനൽ അദ്റാൻ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും എല്ലാ പിന്നെ വൃത്തിഹീനങ്ങളിൽ നിന്നും ശുദ്ധനായ നബിയെ മോനെ ഞാനിതാ പ്രസവിച്ചിരിക്കുന്നു. വലത്തു ഞാൻ പ്രസവിച്ചിരിക്കുന്നു തുഹ്റൻ മിനൽ അദ്റാൻ,
എല്ലാ വൃത്തിഹീനങ്ങളിൽ നിന്നും ശുദ്ധരായ നബിയെ, ശുദ്ധരായ മോനെ ഞാൻ പ്രസവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനത്തെ ആമിന ബീവിയുടെ അവസാനത്തെ സംസാരമാണ്. ആമിന ബി വഫാത്തായി. അങ്ങനെ വലഹ നഹ്വ 20 മിനൽ അസ്നാൻ, 20 വയസ്സാണ് ആമിന ബീവിക്ക്. നല്ല യുവതിയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ. 20 വയസ്സാകുമ്പോഴാണ് ആമിന ബീവി വഫാത്താവുന്നത്. വലഹു സിത്തുൻ, റസൂലുള്ളാഹിക്ക് 6 വയസ്സും ആമിന ബീവിക്ക് 20ഓളം വയസ്സും. വഖീല ബി 70, റസൂലുള്ളാഹിക്ക് 7 വയസ്സാണെന്ന് അഭിപ്രായമുണ്ട്. 9 വയസ്സാണെന്നും അഭിപ്രായമുണ്ട്. 12 അല്ല 12 വയസ്സാണെന്നും അഭിപ്രായമുണ്ട്. 8 വയസ്സാണെന്നും അഭിപ്രായമുണ്ട്. അതിൽ ഏറ്റവും പ്രബലം 6 വയസ്സ്. അതാ വലഹു സിത്തുൻ, നബി തങ്ങൾക്ക് 6 വയസ്സുണ്ട് എന്ന് പറഞ്ഞു. ഫസമിഉ അലൈഹ നൗഹ റിസാഇൻ മിനൽ ജാൻ. അങ്ങനെ ആമിന ബീവി പിന്നെ വഫാത്തായ ഉടൻ അവിടുന്ന് ഇങ്ങനെ കവിത കേൾക്കുകയാണ്. ആമിന ബീവിനെ പറ്റി അനുശോചന കാവ്യം ചൊല്ലി ജിന്നുകൾ അത് ഉമ്മു ഐമനൊക്കെ കേൾക്കുകയാണ്. ഫസമിഉ അലൈഹ, ആമിന ബീവിക്ക് കുറിച്ചുള്ള അനുശോചന കാവ്യം കേട്ടു അവർ. നൗഹ റിസാഇൻ, തേങ്ങിക്കരഞ്ഞുകൊണ്ടുള്ള അനുശോചന കാവ്യം. മിനൽ ജാൻ, ജിന്നുകളെ ഭാഗത്തുനിന്ന്. ആളെ കാണുന്നില്ല, കവിത ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ആ കവിത ഇമാം സ്വാലിഹ് ഷാമി സുബുലുൽ ഹുദ വർ റഷാദ് എന്ന് പറഞ്ഞ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വിശാലമായ കവിതയാണ്. പല വരികളും പല കവിതകളും ചൊല്ലിയിട്ടുണ്ട്. വഖുബിറത്ത് ബിൽ അബ്വായി, ആമിന ബീവി അബ്വായി എന്ന് പറയുന്ന സ്ഥലത്ത് മറവ് ചെയ്യപ്പെട്ടു. അവിടെയാണ് അവരുടെ ഖബറ്. അവിടെ തന്നെ അബ്വായിൽ വെച്ചാണ് രോഗം പിടിപെട്ടത്, വഫാത്തായത്. അവിടെ തന്നെയാണ് അവരെ ഖബറ് അടക്കിയതും. വഖീല സുമ്മ നുഖിലത്ത് ഇലൽ ഹജൂൻ, ഒരഭിപ്രായമുണ്ട് പിന്നീട് ആമിന ബീവിയെ ഹജൂനിലേക്ക് നീക്കം ചെയ്യപ്പെട്ടു, കൊണ്ടുപോകപ്പെട്ടു. ഖബറ് അവിടുന്ന് മാന്തി പിന്നീട് ഹജൂനിലേക്ക് കൊണ്ടുപോയി. ഹജൂൻ എവിടെ? ഹജൂനിലാണ് ഇപ്പോൾ ജന്നത്തുൽ മുഅല്ല ഉള്ളത്. മക്കയിലെ മുഅല്ല ഖബർസ്ഥാനം, അത് ജാഹിലിയ കാലത്തേ ഉള്ള ഖബർസ്ഥാനാണ്. ആ മുഅല്ലയുടെ ഭാഗത്തിലാണ് ഹജൂൻ എന്ന് പറയുന്നത്. വഹുവ ലി അഹ്ലി മക്കത്തെ ജബ്ബാൻ, ഹജൂൻ എന്ന് പറയുന്നത് മക്കക്കാരുടെ ഖബർസ്ഥാനിയാണ്. ആ ഖബർസ്ഥാനിയിലേക്ക് പിന്നീട് ആമിന ബീവിനെ കൊണ്ടുപോയിട്ടുണ്ട് എന്നൊരു അഭിപ്രായമുണ്ട്. പ്രബലം അബ്വായിൽ തന്നെയാണ് ആമിന ബീവി എന്നാണ്. ഫബഅദ 5 അയ്യാം, 5 ദിവസം കഴിഞ്ഞപ്പോൾ ബലഗത്ത് ബിഹി ഉമ്മു ഐമന മക്കത്തുൽ ഉംറാൻ, ജനവാസമുള്ള മക്കയിലേക്ക് ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയുമായി എത്തി. 5 ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മു ഐമൻ മക്കയിലെത്തി. ഫക്കാനത്ത്, അങ്ങനെ ഉമ്മു ഐമനായിരുന്നു. ബഅദ ഉമ്മിഹി, റസൂലുള്ളാഹിയുടെ ഉമ്മ ആമിന ബീവിക്ക് ശേഷം ഉമ്മൽ ഹളാനത്തി വൽ ഹനാൻ, ആമിന ബീവിക്ക് ശേഷം ഉമ്മു ഐമൻ ഉമ്മൽ ഹളാന, വളർത്തു ഉമ്മയായിരുന്നു. വൽ ഹനാൻ, സ്നേഹത്തിന്റെ ഉമ്മയുമായിരുന്നു റസൂലുള്ളാഹിക്ക്. അന്തി ഉമ്മി ബഅദ ഉമ്മി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ ഐമനെ പറ്റി പറയാറുണ്ട്. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.